അതെ, കോർപ്പറേറ്റിൽ ജോലി ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. സി വെൻ യു ആർ ജസ്റ്റ് ടോക്കിംഗ് ടു എ മാൻ, ലേഡീസ് ആണെങ്കിൽ കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കണം. എപ്പോഴും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല സ്മൈലിംഗ് ഫേസോടുകൂടി സംസാരിക്കണം. അതേപോലെ മെയിൽ കൊലീഗ് ആണെങ്കിൽ ഫീമെയിൽസിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ. ഇവിടെ നിന്ന് താഴോട്ടേക്ക് നോക്കിയേ അരുത്. ഒരിക്കലും നിങ്ങളുടെ കണ്ണിൻ്റെ ദൃഷ്ടി മാറിപ്പോവരുത്. അങ്ങനെ അറിയാതെ പോലും മാറിപ്പോണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കിക്കൊള്ളണം. ബിക്കോസ് ഇതെല്ലാം മാറ്റേഴ്സ്. എവിടെയെങ്കിലുമൊക്കെ പല സ്ഥലത്തും ഇപ്പോൾ CCTVയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എല്ലാവരും എല്ലാം മോണിറ്റർ ചെയ്യും. എപ്പോഴാണെന്നറിയോ, എപ്പോഴെങ്കിലും നിങ്ങളെ ഒരു കാര്യത്തിന് വേണ്ടി ചൂസ് ചെയ്യേണ്ടി വരുമ്പോൾ, രണ്ടുപേരും നിൽക്കുന്നു, നിങ്ങളെ ചൂസ് ചെയ്യണോ മറ്റേ ആളെ ചൂസ് ചെയ്യണോ എന്ന് വേണ്ടി വരുമ്പോൾ ഡെഫിനറ്റ്ലി ദീസ് കൈൻഡ് ഓഫ് എറ്റിക്കറ്റ് ഉണ്ടല്ലോ, അതവർ ഉറപ്പായിട്ടും അവർ കൺസിഡർ ചെയ്യും. അവർ നോക്കും വെദർ യു ആർ എ ജെന്റിൽ മാൻ ഓർ എ ജെന്റിൽ വുമൺ. അത് ഉറപ്പാണ്. കാരണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിനെ അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. മേ ബി യു ആർ നോട്ട് എ ബാഡ് പേഴ്സണാലിറ്റി ഓർ എ ബാഡ് കൈൻഡ് ഓഫ് ക്യാരക്ടറുള്ള ആളായിരിക്കില്ല. പക്ഷെ അറിയാതെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ദൃഷ്ടി മാറിപ്പോകുന്നുണ്ടാവും ശ്രദ്ധിക്കാതെ സംസാരിക്കുമ്പോൾ. ഡോണ്ട് ഡു ദാറ്റ്. അതേപോലെ ഒരുപാട് അടുത്ത് ചെന്ന് സംസാരിക്കരുത്. ഇത്രയെങ്കിലും കയ്യകലത്തിൽ നിന്ന് വേണം സംസാരിക്കാനായിട്ട്. സം പീപ്പിൾ യു ഹാവ് സീൻ നോ ഇങ്ങനെ വരും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു മാനേജർ, അതായത് എൻ്റെ മാനേജറല്ല, വേറെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു മാനേജർ, ഞങ്ങൾ കോർട്ടിൻ്റെ കോറിഡോറിൽ കണ്ടുമുട്ടിയപ്പോൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ, സംസാരിക്കാൻ വരുമ്പോഴേക്കും ഞാൻ ഇവിടെ നിൽക്കുമായിരിക്കും, എൻ്റെ ബണ്ടിലും ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ നോ, ഈ ബണ്ടിലില്ലെങ്കിൽ ഇങ്ങോട്ട് അങ്ങ് കയറിയാൻ അതുപോലെ വന്ന് നിന്ന് ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ മനുഷ്യൻ്റെ അടുത്ത് അധികം സംസാരിക്കാതെ ഹലോ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിൽ എനിക്ക് വളരെ ഫ്രണ്ട്ലി ഒക്കെയാണ്, പക്ഷെ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ ഐ യൂസ് ടു ഫീൽ വെരി ഇറിറ്റേറ്റഡ്. അതേപോലെ തന്നെ ചിലപ്പോൾ വായ്നാറ്റമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇതൊക്കെ പിന്നെ അതൊരു കാര്യം കൂടിയുണ്ട്. ആ എറ്റിക്കറ്റ് പറയുമ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഗ്രൂം ചെയ്യണമെന്ന്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഡെൻ്റൽ ഹൈജീനും കൂടെ ശ്രദ്ധിച്ചേക്കണം. അത് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ബട്ട് ദ ടേക്ക് അവേ ഈസ് ബി കെയർഫുൾ. കറക്റ്റായിട്ട് നിങ്ങളുടെ ദൃഷ്ടി എവിടേക്കാണ് പോണതെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ചിന്തിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത് കേട്ടോ.